നമസ്കാരം. എറണാകുളത്ത് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കോടതി വിധി ഇന്ന് ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികം ചുറ്റിപ്പോയത് നമ്മുടെ നാട്ടിലെ വാർത്താ ചാനലുകളാണ്. അത് പ്രത്യേകിച്ച് ചില ചാനലുകളുടെ പേരെടുത്ത് തന്നെ നമ്മൾ പറയേണ്ടി വരും. വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം ഉണ്ടായ കാലത്ത് തന്നെ ചാനലുകൾ ഇതിൽ വലിയൊരു ആഘോഷമാക്കിയിരുന്നു. ഇത് ചാനൽ റേറ്റിംഗുമായി ബന്ധപ്പെട്ടായിരിക്കാനാണ് സാധ്യത. നമുക്കെല്ലാവർക്കും അറിയാം. പരമാവധി എല്ലാവരും ഞാൻ മുന്നിൽ എന്ന് മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരമാവധി വാർത്തകൾ കൊടുത്തുകൊണ്ട് തങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും ആധികാരികവും ഏറ്റവും പുതിയതുമായ റിപ്പോർട്ടുകൾ, ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകളാണ് ഇതെല്ലാം തെളിയിച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അന്നേ ചാനലുകൾ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി വിധി വരുന്നു എന്നുള്ള ആ സമയമായപ്പോൾ തന്നെ ഏതാണ്ട് 2 ദിവസം മുമ്പ് തന്നെ ചാനലുകളെല്ലാവരും ഇത് സംബന്ധിച്ച വലിയ തോതിലുള്ള ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഇവരെല്ലാവരും തന്നെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ദിലീപിലേക്ക് തന്നെയായിരുന്നു. ദിലീപിന് ഈ കേസുമായി എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് സംബന്ധിച്ച വിശദമായ അന്വേഷണങ്ങളായിരുന്നു റിപ്പോർട്ടർ TV ഉൾപ്പെടെയുള്ള ചാനലുകൾ നടത്തിയത്. ഇതിൻ്റെ അനാലിസിസ് സ്റ്റോറികൾ നിരന്തരമായി ചാനലുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. നമുക്ക് ഇതിലെ പ്രതി ദിലീപ് തന്നെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും ദിലീപ് എന്തായാലും ശിക്ഷിക്കപ്പെടും എന്ന തരത്തിലുമൊക്കെയാണ് ഇതിൽ പലതിലും വാർത്തകൾ വന്നിരുന്നത്. കോടതി ജഡ്ജിമാരെക്കാളും തങ്ങൾക്കാണ് ഇക്കാര്യത്തിൽ ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്നതെന്ന രീതിയിലാണ് പല ചാനൽ ജഡ്ജിമാരും സംസാരിച്ചതൊക്കെ തന്നെ. ഏറ്റവും ഒടുവിലായി നമുക്ക് ഇന്ന് രാവിലത്തെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം. രാവിലെ കോടതി കൂടുന്നതിന് മുമ്പ് ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എത്ര ചാനൽ ക്യാമറകളാണ് ദിലീപിൻ്റെ വീടിന് ചുറ്റും തിങ്ങിക്കൂടിയത്. ഇത്രയും പ്രമാദമായൊരു കേസിൽ അതിൻ്റെ വിധി എന്താണെന്ന് കേൾക്കാൻ ആ കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന ഒരു വ്യക്തി പുറത്തേക്ക് പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ ശ്രദ്ധിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയെ പോലും ലംഘിച്ചുകൊണ്ട് അയാളുടെ വീടിന് മുകളിൽ ഡ്രോൺ പറത്തി രംഗം ചിത്രീകരിക്കുന്നതായിരുന്നു പല ചാനലുകളും ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാധ്യമധർമ്മത്തിന് നിരക്കുന്നതാണോ അതല്ലെങ്കിൽ ഇത് ശരിയായ നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും ചില വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെക്കുറിച്ച് സ്വകാര്യത ഇല്ലാതാക്കുന്നു എന്നൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ ദിലീപ് കേസിലെ പ്രതിയായിരുന്നു നേരത്തെ വരെ, വിധി വന്നപ്പോൾ പ്രതിയല്ലാതായി മാറിക്കഴിഞ്ഞു. എന്നാൽ പോലും ആ വ്യക്തിയുടെ കുടുംബത്തെ പോലും മാനിക്കാതെ, കുടുംബാംഗങ്ങളുടെ സ്വകാര്യതയെ മാനിക്കാതെ വീടിന് മുകളിൽ ഡ്രോൺ പറത്തി രംഗങ്ങൾ ചിത്രീകരിച്ചതൊക്കെ തന്നെ അങ്ങേയറ്റം മോശമായൊരു നടപടിയായിരുന്നു. ഇതിലൊക്കെ തന്നെ റിപ്പോർട്ടർ ചാനലായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ചാനൽ ഇത്തരത്തിൽ നേരത്തെ ഡ്രോൺ പറത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവർ ഇതിനോട് തയ്യാറെടുപ്പ് നടത്തിയിരിക്കാം. ഒരു കാര്യത്തിലും തങ്ങൾ പിന്നോട്ടായി പോകരുതല്ലോ. ചാനൽ മത്സരത്തിൽ എന്തുമാകാമെന്നാണ്, യുദ്ധത്തിലും പ്രണയത്തിലും എന്തുമാകാം എന്നൊരു ചൊല്ലുള്ളത് പോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കേസിൻ്റെ വിധി വരുന്ന ദിവസം കേസിൽ പ്രതിയായിരുന്ന വ്യക്തിയുടെ വീട്ടിൽ കയറി എന്തും ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായിരുന്നോ എന്ന് പോലും സംശയമുണ്ട്. കോടതിയിൽ ഇതേ രംഗങ്ങൾ തന്നെയാണ് അവിടെയും ആവർത്തിച്ചത്. ദിലീപ് ആകട്ടെ ഒന്നും മിണ്ടാതെയാണ് കോടതിക്കുള്ളിലേക്ക് പോയത്. എന്നാൽ കോടതി വിധി വന്നു കഴിഞ്ഞതിന് ശേഷം ദിലീപ് വളരെ വീര്യത്തോടുകൂടി തന്നെയാണ് പുറത്തു വന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദിലീപ് പറയുകയും ചെയ്തു. ഇതെല്ലാം തന്നെ ഇന്നലെ വരെ ദിലീപിനെ വിമർശന മാധ്യമങ്ങളെല്ലാം ഭംഗിയായി ബ്രേക്കിംഗ് ന്യൂസിട്ട് കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് റിപ്പോർട്ടർ TVയുടെ ലേഖകനെ ഒരു സംഘം ആളുകൾ അവിടെ വളഞ്ഞു വെച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും ഈ റിപ്പോർട്ടർ പറയുന്നത് ഞങ്ങൾ സത്യത്തിനൊപ്പം അവൾക്കൊപ്പമാണ്, നീതിക്കൊപ്പമാണ് എന്നാണ്. അപ്പോൾ കോടതി വിധി ഇവർ അംഗീകരിച്ചില്ലെന്നാണോ ഇത് അർത്ഥമാക്കേണ്ടതെന്ന് നാട്ടുകാർ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനം മത്സര രംഗത്തേക്ക് കടക്കുമ്പോൾ എല്ലാ അതിരുകളും എങ്ങനെ ലംഘിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവങ്ങളെ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ചെന്ന് വീട്ടിലെ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണെങ്കിൽ ഡ്രോൺ പറത്തി വിട്ട് രംഗങ്ങൾ ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് മാന്യതയ്ക്ക് നിരക്കുന്ന ഒരു പരിപാടിയല്ല ചെയ്യുന്നത്. നേരത്തെയും എത്രയോ പേരെ ഇത്തരത്തിൽ ചാനൽ ജഡ്ജിമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയും പിന്നീട് അവരെ കോടതി വെറുതെ വിടുകയും ചെയ്ത 100 സംഭവങ്ങളുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പിന്നീട് തങ്ങൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് അബദ്ധമായി പോയി എന്ന് പറയാനുള്ള ക്ഷമാപണം നടത്താൻ പോലുള്ളൊരു മര്യാദ നമ്മുടെ നാട്ടിലെ പല വാർത്താ ചാനലും കാണിക്കാറില്ല. ഇക്കാര്യത്തിലൊക്കെ തന്നെ മുന്നിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ TVയാണ്. ആരെങ്കിലും ഒരാളിനെ ടാർഗറ്റ് ഇട്ടതിന് ശേഷം അയാളെ നിരന്തരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ളവരുടെ സ്ഥിരം രീതിയാണ്. അതുതന്നെയാണ് ദിലീപിൻ്റെ കാര്യത്തിലും നടന്നത്. ഈ ആഴ്ച റേറ്റിങ്ങിൽ തങ്ങൾക്ക് തന്നെ ഒന്നാമതെത്തണമെന്നുള്ള ആ ഒരു അതിമോഹം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ തരംതാണ നടപടികളിലേക്ക് അവരെ പോകാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഏതായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ പരാക്രമങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ 2ാമതൊരു അതിജീവിത കൊടുത്ത പരാതിയിൽ കോടതി ഇന്നത്തേക്കാണ് പിന്നീട് അതിൻ്റെ തീരുമാനം മാറ്റിയത്. പക്ഷേ അപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പലതും ഗംഭീരമായി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. റേറ്റിങ്ങിന് വേണ്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത രീതിയിലുള്ള ഈ ഒരു മാധ്യമപ്രവർത്തനം ശരിയാണോ എന്ന് നമ്മുടെ നാട്ടിൽ അതേസമയം അന്തസ്സോടുകൂടി വാർത്ത കൊടുക്കുന്ന എത്രയോ വാർത്താ ചാനലുകൾ മലയാളത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
ദിലീപിനെ പോലുള്ള ഒരു വലിയ സെലിബ്രിറ്റി ഒരു കേസിൽ പ്രതിയാവുക എന്ന് പറയുന്നത് വാർത്താപരമായി നോക്കുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഇന്ന് അവിടെ ജനങ്ങളുടെ പ്രതിഷേധമായി കണ്ടത്. അവിടെ വന്നവർ മുഴുവൻ ദിലീപിൻ്റെ ആരാധകരായിരിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ വന്ന മാധ്യമങ്ങൾ പലതും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിക്കുന്ന ഈ പരാക്രമങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും മറന്നുപോകുന്നു. ഓൺലൈനുകളെ വിമർശിക്കുകയും കുറ്റം പറയുകയും പരദൂഷണക്കാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇന്ന് ചെയ്ത നടപടികൾ ശരിയായിരുന്നോ എന്നുള്ള കാര്യം അവരൊരു ആത്മപരിശോധന നടത്തുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങളെ ജനം വഴി തടയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്.